നമസ്കാരം. കടം എങ്ങനെ തീർക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കടം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എങ്കിലും 30 ലക്ഷത്തിന് മുകളിൽ കടമുള്ള ആൾക്കാർ കേരളത്തിൽ ഒരു 30% മുകളിലാണെന്നാണ് കണക്ക്. അപ്പോൾ സാധാരണക്കാർക്ക് 30 ലക്ഷം കടം എന്ന് പറയുന്നത് വലിയൊരു ഭാരിച്ച ബാധ്യതയാണ്. എത്ര അടച്ചാലും തീരാത്ത പലിശ മാത്രം പോയിക്കൊണ്ടിരിക്കുകയും സ്വസ്ഥത കിട്ടാത്തയും ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ലഘൂകരിച്ച് നേരിടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ബാങ്കിൽ 1, 2, 3 ബാങ്കിൽ കടങ്ങൾ ഉണ്ടാവും. ഒരു ബാങ്ക്, 2 ബാങ്ക്, 3 ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ ചിട്ടികളും ഉണ്ടാവും. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചിട്ടി, നാട്ടിലത്തെ ആയാലും അല്ലെങ്കിൽ KSF അതുപോലുള്ള ചിട്ടികളുണ്ടാവും. 4 ചിട്ടി 1, 5 ചിട്ടി 2. നാട്ടിൽ 1, 2 അതിൽ കൂടുതൽ ചിട്ടികൾ എല്ലാവരും ഉണ്ടാവും. വിളിച്ചതായിട്ടുള്ള അതൊരു തലവേദനയാണ്. അങ്ങനെ പിന്നെ മറ്റ് EMIകൾ, വാഹനത്തിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ മറ്റ് വേറെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തതായിക്കോട്ടെ, അതിൻ്റെ EMI 6 EMI. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 തരത്തിലുള്ള കടബാധ്യത നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പണിയെടുക്കുക വെച്ചാൽ, ഇപ്പം ഇത് പല ടൈമിലായിരിക്കും ഈ ബാങ്കിൽ നിന്നും ഇതിനൊക്കെ വിളിക്കുക. അതുപോലെ നമ്മൾ ലാസ്റ്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പണയ പണ്ടം, ഈ ഗോൾഡ് ലോൺ. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിത് പല ടൈമിൽ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 50,000 രൂപ വന്നു. അപ്പോൾ ഈ ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 50,000 ഒരു ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു. ഒരു 50,000 ഈ ഒരു ലോണിലേക്ക് അങ്ങ് അടച്ചുകൊണ്ടിരിക്കുക. അത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ അടുത്ത ബാങ്കിൽ നിന്ന് വിളിക്കും. അപ്പോൾ അതൊരു തലവേദന. ബാക്കി കാര്യങ്ങളൊക്കെ ചിട്ടി, മാസം ചിട്ടി അടക്കണം. അപ്പോൾ ഇതിലെങ്ങനെയും അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് വിളിക്കുന്നുണ്ട്? അപ്പോൾ മറ്റൊരു ബാങ്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പൈസ സംഘടിപ്പിച്ചിട്ടാകുമ്പോൾ ഈ 2 ബാങ്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇതിൽ വിളി വരും. അപ്പോൾ ഒരു 3 പേര് വിളിക്കും. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വിളിച്ച് ഓർമ്മപ്പെടുത്തിയവർക്കേക്ക് നമ്മൾ ഗോൾഡ് ഒന്ന് പുതുക്കാൻ വേണ്ടി ഗോൾഡിലേക്ക് കുറച്ച് പൈസ അങ്ങനെ പോയി, ഗോൾഡിലേക്ക് പോയി, 2 ഗോൾഡിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഒരു കുറച്ച് മാസം കഴിയുമ്പോഴൊക്കെ ഈ വിളിയോട് വിളി. അതുപോലെ ഈ ഫസ്റ്റ് ബാങ്കിൽ നമ്മൾ ഫസ്റ്റ് 50,000 അടച്ച ബാങ്കിൽ നിന്ന് ആദ്യം വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു വക കൂടുതലായിട്ടും പലിശനെതിരായിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും വിളി. അപ്പോൾ ഈ ഒന്ന് അടച്ചു വിളി, അടുത്തത് അടച്ചു, അടുത്ത ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അടച്ചടച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ആദ്യം റൊട്ടേറ്റ് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പൈസയൊന്നും മുതലിൽ പോലെ പലിശ, അപ്പോൾ ഊണും ഉറക്കവും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ദുരിതത്തിലായിരിക്കും ഇത്ര ആൾക്കാർ. അപ്പോൾ ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഏകീകരിക്കണമെങ്കിൽ ഇതൊരു ഒറ്റ ലോൺ ടൈപ്പിലേക്ക് കൊണ്ടുപോകണം. അതായത് എങ്ങനെയെങ്കിലും പിന്നെ നമുക്കിപ്പം ചില സമയത്ത് ഏതെങ്കിലും ഒരു പണയ നമ്മുടെ ആധാരത്തിൻ്റെ പുറത്ത് ആയിരിക്കും നമ്മൾ ലോൺ ആക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആധാരത്തിൻ്റെ പുറത്ത് ലോൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഫസ്റ്റ് അന്വേഷിക്കുക. നമ്മൾ എടുത്ത ഈ ഫസ്റ്റ് ലോൺ 20 ലക്ഷം ആണെങ്കിൽ അതിൽ ആ പ്രോപ്പർട്ടിയിലെ മേള നമുക്ക് കുറച്ചുകൂടെ കൂട്ടി കിട്ടുമെന്ന് അവരോട് ചോദിച്ചിട്ട്, അങ്ങനെ കിട്ടുമെങ്കിൽ ആ പണം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ക്ലോസ് ചെയ്യാൻ നോക്കണം. അത് എത്രയാണോ നമുക്കത് കൂട്ടി കിട്ടുക, ആ പൈസ കൊണ്ട് ഇതൊക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒറ്റ ഒരാളെ നമ്മൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയായാലും ആ ഒരു മാർഗത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ സാഹചര്യം പറയുക. ഒരുപാട് പൈസ അനാവശ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനെ സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് കടം വീട്ടാനും പറ്റും, നിങ്ങളെ സഹായിക്കാനും പറ്റും എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക. അങ്ങനെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു സംഖ്യ മൊത്തത്തിലെടുത്തിട്ട് ബാക്കി ഇതൊക്കെ അടച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒറ്റ ഒരു ബാങ്കിനെ മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവർ മാത്രമേ നമ്മൾ വിളിക്കത്തില്ല. അപ്പോൾ നമുക്ക് മാസത്തെ എങ്ങനെ ഇത് അടച്ച് തീർക്കാമെന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ കയ്യിൽ നിന്ന് വരുന്ന പൈസ കൊണ്ടുപോയി അടക്കുക. ഇപ്പം അടച്ചു. ഇപ്പം ഫസ്റ്റ് ഇപ്പോൾ 2ാമത്തെ മാസം ഇവർ വിളിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ ഒരുമിച്ചിട്ട് ഇവിടെ കൊണ്ടടച്ചു. അപ്പോൾ പിന്നെ അവർ പ്രശ്നം വരുന്നില്ല. അപ്പോൾ അടുത്ത മാസം എങ്ങനെയെങ്കിലും അടക്കാൻ പറ്റിയില്ലേ പ്രശ്നം, അവരോട് അടുത്ത വിളിയിൽ അടുത്ത പ്രാവശ്യം ഒന്ന് അടക്കാമെന്ന് പറയാം. അപ്പോൾ സമയമുണ്ട്, അപ്പോൾ പൈസ ഉണ്ടാക്കാൻ സമയമുണ്ട്. ആ പൈസ കിട്ടുന്നവർക്ക് ഇവിടെ കൊണ്ടുപോയി ഒറ്റ ഒരാളെ നേരിട്ടു. നേരത്തെ മുൻപേ എന്താണ്, ഇത്രയും ബാധ്യത തന്നെ ഓൾറെഡി ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ ഇത്രയും ആൾ നേരിടണം. ഒരാളെ അടച്ച് ഒരാളെ കൊടുത്ത്
വീട്ടിലൊന്ന് ചായയോ ചോറോ കഴിക്കുമ്പോഴൊക്കെ അടുത്ത ആൾ വിളിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഓട്ടത്തോടോട്ടാണ്, പൈസയൊക്കെ ലോസ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ ലോണിലേക്ക് കൊണ്ടുവന്ന് ഇതൊക്കെ തീർത്ത് ഇതിനെ നേരിടുന്നതായിരിക്കും നിങ്ങൾക്ക് ലോൺ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ലോൺ അടച്ച് തീരാനും ഇത് ഏറ്റവും നല്ലൊരു ഉപായം. ഓക്കെ.